ഓരോ ആളുകളും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വിങ്ങിപ്പൊട്ടുന്ന കാഴ്ചയാണ് ശ്രീദ്വീപിൻ്റെ ഈ ശ്രീവിഹാർ എന്ന് പറയുന്ന ശേഖരപുരത്തുള്ള ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം 55 ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരുപാട് പ്രതീക്ഷകളുമായി വത്സമാഷും അതുപോലെ തന്നെ ശ്രീദ്വീപിൻ്റെ അമ്മയായിട്ടുള്ള ബിന്ദു അഭിഭാഷകയായിരുന്നു. അവരും ശ്രീദ്വീപിനെ മെഡിക്കൽ പഠനത്തിന് വേണ്ടി ആലപ്പുഴയിലെ ഈ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയച്ചു വിട്ടത്. പക്ഷേ ഇപ്പോൾ തിരിച്ച് എത്തുന്നത് ശ്രീദ്വീപിൻ്റെ ഈ ചേതനയേറ്റ ശരീരമാണ്. അതെങ്ങനെ ഏറ്റുവാങ്ങുമെന്നറിയാതെ വിങ്ങി പൊട്ടുകയാണ് ഈ ശേഖരപുരത്തെ ഈ നാട് മുഴുവനും. അതുപോലെ തന്നെ ശ്രീദ്വീപിൻ്റെ കുടുംബവും ഇവിടെയുള്ള ഓരോ ആളുകളും ശ്രീദ്വീപിൻ്റെ അധ്യാപകർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഭാരത് മാതാ സ്കൂളിലായിരുന്നു ശ്രീദ്വീപ് പഠിച്ചിരുന്നത്. പഠനത്തോടൊപ്പം തന്നെ എല്ലാ മേഖലയിലും പ്രത്യേകിച്ചും കായിക മേഖലയിലെല്ലാം വലിയ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു മിടുക്കനായിട്ടുള്ള വിദ്യാർത്ഥിയായിരുന്നു ശ്രീദ്വീപ്. സുഹൃത്തുക്കൾക്കെല്ലാം ഏറെ വേണ്ടപ്പെട്ടവൻ. ആ ശ്രീദ്വീപാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അപകടം സംഭവിച്ച് ഈ ചേതനയേറ്റ ശരീരവുമായി ഈ ശേഖരപുരത്തുള്ള ഈ ശ്രീവിഹാർ എന്ന് പറയുന്ന വീട്ടിലേക്ക് എത്തുന്നത്. അഭിഭാഷകയായ ബിന്ദുവിൻ്റെയും അതുപോലെ തന്നെ അധ്യാപകനായ വത്സൻ മാഷിൻ്റെയും ഏക മകനായിരുന്നു ശ്രീദ്വീപ്. ഇവിടെ എത്തുന്ന ഓരോ ആളുകളും രണ്ടുപേരെയും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ വിങ്ങിപ്പൊട്ടുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ശ്രീദ്വീപിൻ്റെ അധ്യാപകരും ബന്ധുക്കളും എല്ലാവരും ഇവിടേക്ക് എത്തിയിരുന്നു. ഇത് നിങ്ങൾ ബന്ധുക്കളാണ്? അല്ല, നമ്മൾ സുഹൃത്തുക്കളാണ്. സാറിൻ്റെ സ്കൂളിൽ വർക്ക് ചെയ്തതാണ് ഞാൻ. ഭാരത് മാതാ സ്കൂളിൽ തന്നെ. ശ്രീദ്വീപ് സ്കൂളിലെ എൻ്റെ വിദ്യാർത്ഥിയായിരുന്നു. ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ ടീച്ചറാണ്. ഞങ്ങളുടെ ഫ്രണ്ടുമാണ്. 10-20 കൊല്ലമായിട്ടുള്ള ഫ്രണ്ടാണ് ശ്രീവത്സ സാർ. ഞങ്ങളൊക്കെ ഒരു സുഹൃത്തുക്കളാണ്. അപ്പോൾ അതിനോട് പഠിച്ചതാണ് ഭാരതം. അതിൽ എല്ലാത്തിലും സ്മാർട്ടായിരുന്നു, സ്പോർട്സിലും പഠിത്തത്തിലൊക്കെ. അതെ, ഞങ്ങൾ സ്വന്തം സുഹൃത്ത്, ആങ്ങളെ പെങ്ങന്മാരെ പോലെ ഞങ്ങളവിടെ സ്കൂളിൽ അല്ല ടീച്ചേഴ്സ് അങ്ങനത്തെ ഇതിലല്ല. ഞങ്ങളുടെ മകൻ ഉള്ള തരത്തിലാണ് കുട്ടിയായിരുന്നു. സ്പോർട്സിനൊക്കെ ഇതിനിടയ്ക്ക് പോയി ഒരു നാഷണൽ വരയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞു.